കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓപ്പറേഷൻ സിന്ദൂറായിരുന്നു ട്രെൻഡിങ്ങിൽ ഒന്നാമത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആക്രമണങ്ങളും പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർന്നടിഞ്ഞതുമെല്ലാം ഇന്ത്യൻ ജനത വലിയ രീതിയിൽ ആഘോഷിച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയാൻ ആഗോള സമൂഹവും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങളിലായി ഈ ട്രെൻഡിങ് വേറൊരു സംഭവത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ 1980-കൾ മുതൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എൻജിനാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒന്നാമത്. കാവേരി എൻജിൻ. നമ്മുടെ ജെറ്റ് വിമാനങ്ങൾക്കായി, ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത കാവേരി എൻജിൻ, തദ്ദേശീയമായ ജെറ്റ് എൻജിൻ. പക്ഷേ ഈ എൻജിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് നമ്മുടെ തേജസ് വിമാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് നിർത്തിവെക്കുകയുമൊക്കെ ചെയ്തിരുന്നത് നിർഭാഗ്യകരമായ സംഭവമാണ്. അതിന് ചില സാങ്കേതികമായ പരിമിതികൾ കാരണമാണ് അങ്ങനെ നിർത്തിവെച്ചത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്കാർ മുഴുവനായി കാവേരിയുടെ പിറകിലാണ് പായുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ തദ്ദേശീയമായ എഞ്ചിനുകളുടെയൊക്കെ ആവശ്യകത പലരും ചിന്തിച്ചിട്ടാകണം. അതിപ്പോൾ പല ഇന്ത്യക്കാരുടെയും ട്വിറ്റർ ഐഡിയിൽ ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന ഹാഷ്ടാഗ് കൊണ്ട് നിറയുകയാണ്. കാരണം കാവേരി എഞ്ചിന് ഫണ്ടിൻ്റെ കുറവുണ്ടെങ്കിൽ ജനങ്ങൾ പണം മുടക്കാമെന്നും അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാമെന്നും സൈന്യത്തിൻ്റെ ഭാഗമാക്കാമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തോട് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO ആണ് ഈ കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത്. ഫൈറ്റർ എഞ്ചിനുകൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ എഞ്ചിൻ 1980-കളിൽ വികസിപ്പിക്കാൻ ആരംഭിച്ചത്. 2008 കൂടിയാണ് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഈ തേജസിന് വേണ്ടി കാവേരി എഞ്ചിൻ ഉപയോഗിച്ച് നിർത്തിവെച്ചത്. കാരണം ഈ കാവേരി എഞ്ചിൻ്റെ ഫീച്ചറുകൾ തേജസ് MK-1 ഫൈറ്റർ ജെറ്റിൻ്റെ ആവശ്യകതകളെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല എന്നതാണ് കാരണം. പിന്നീടാണ് അമേരിക്കയിൽ നിന്നും GEF 404 എന്ന എഞ്ചിൻ ഇറക്കുമതി ചെയ്തത്. ഒരു എഞ്ചിൻ നിർമ്മിക്കുമ്പോൾ അത് അനവധി പ്രതിബന്ധങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം. അത് പരീക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ, നിലവിൽ ഒരു ജെറ്റ് എഞ്ചിൻ പരീക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ നിലവിൽ ഇന്ത്യയിലില്ല. കാരണം അതിന് വേണമെങ്കിൽ നമ്മൾ റഷ്യയോ അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളെയുമൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നു. കാരണം ഇത് മുമ്പ് റഷ്യയെ നമ്മൾ സമീപിച്ചിരുന്നെങ്കിലും അതിന് ചില കാലതാമസങ്ങൾ വേണ്ടി വന്നു. അതുപോലെ ഫ്രാൻസും പിന്നീട് ഇത് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ അതൊക്കെയാണ് ഒഴിവാക്കി. പിന്നീട് നമ്മൾ കാരണം ഇത് ഓരോ തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ എഞ്ചിനുകൾ വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ കാലതാമസം കാരണം അത് ഒരുപാട് വൈകിപ്പോയിരുന്നു. പിന്നാലെ ഇതിനു വേണ്ടി റഷ്യയുടെ സഹായവും ഇന്ത്യ തേടിയിരുന്നു. ഈ എഞ്ചിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിബന്ധമായിരുന്നത് സാമ്പത്തിക ഞെരുക്കവും ഇതിൻ്റെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ചില നടത്തിപ്പിലെ പ്രശ്നങ്ങളും കാലതാമസം, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസം ഇന്ത്യയുടെ പല പദ്ധതികളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കാവേരി എഞ്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത്തരം വലിയ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ സംഘടിപ്പിക്കുന്നത്. കാരണം അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കണമെന്നും അതിനുവേണ്ടി ടാക്സ് നൽകാൻ തയ്യാറാണ് എന്നുമാണ് ഈ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായിരുന്നാലും ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന ഹാഷ്ടാഗ് കൊണ്ട് നമ്മൾ ഇന്ത്യക്കാരുടെ ട്വിറ്റർ ഐഡികൾ ഇപ്പോൾ വളരെ അധികം നിറയുകയാണ്. എന്തായാലും അത് വളരെ പുരോഗമനകരമായ ഒരു കാര്യമാണ്. സർക്കാർ അത് ഇന്ത്യൻ ജനങ്ങളുടെ വാക്കുകൾ, അഭ്യർത്ഥനകൾ ഉൾക്കൊള്ളുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.